ഈ ജിൻഡോയെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പറയാൻ കാരണം നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും അദ്ദേഹം ഒരു മണ്ടനാണെന്ന്. ചില സമയം നമുക്ക് തോന്നും ഇദ്ദേഹം ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണെന്ന്. അത് നമുക്ക് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ആ ഒരു ചിന്ത. അത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ ഒരു നുണ പറയൽ ടാസ്ക്, നുണ പറയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ജിൻഡോ നുണ പറയുന്നത് പോലെ ഒരു സത്യം പറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് റസ്മിനെ കുറിച്ചാണ് നമ്മുടെ ജിൻഡോ പറയുന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി അതിനകത്ത് വല്ല ലിപ്സ്റ്റിക്കോ ഐലൈനറോ വെച്ച് എഴുതി നെക്സ്റ്റ് ആരാണോ പോകുന്നത് അവർക്ക് വേണ്ടി അവർ വായിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ച് അവർ പുറത്തിറങ്ങി നെക്സ്റ്റ് അടുത്ത ആൾ കയറുന്നു, അത് വായിക്കുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജി. ഇവിടെ അദ്ദേഹം പറയുന്നത് റസ്മിൻ ഒരു ടിഷ്യൂ പേപ്പറിൽ ബാത്റൂമിൽ എഴുതി വെച്ചു നമ്മുടെ അർജുനും ശ്രീതുവും തമ്മിലുള്ള ലവ് ട്രാക്ക് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതുപോലെ ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും കുറച്ച് മോശമാണ് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജിൻഡോ വായിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഇദ്ദേഹം ഒരു നുണ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്തൊരു സത്യം ഇല്ലേ? കാരണം പലർക്കും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് അവരുടെ മനസ്സിൽ എന്താണോ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഇതുവരെ ആരും അത് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ജിൻഡോ അതവിടെ ചിന്തിക്കുകയാണ്. അദ്ദേഹം അത് ശരിക്കും കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് അദ്ദേഹം പറയുകയാണ് ഓപ്പണായിട്ട്. അത് കേൾക്കുന്ന സമയത്ത് അവരൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിപ്പോകും ചില സമയം ഈ ജിൻഡോ പറയുന്നത് സത്യമാണോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പല കാര്യങ്ങളും ഇവർക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഗെയിമിനെ ശരിക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങളും ഇപ്പം നമ്മുടെ വൈൽഡ് കാർഡ്സ് ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്തെ കണ്ടസ്റ്റൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, അത് സിബിനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ അപ്സരയും റസ്മിനും അവർ പുതപ്പിനടിയിൽ കൂടി മൈക്ക് ഉപയോഗിക്കാതെ പുതപ്പിനടിയിൽ കൂടി കെട്ടിപ്പിടിച്ച് കിടന്നാണ് ഉറങ്ങാറ് എന്നുള്ളത്. അപ്പോൾ അതിലും അദ്ദേഹം പറയുന്നുണ്ട് ഇതേപോലെ അവർക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ, ഒരിക്കലും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല, ചെവിയിൽ അത്രയും പതുക്കെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അനക്കിയാൽ പോലും മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. അപ്പോൾ അത്രയും ചിന്തിച്ച് കളിക്കുന്ന ഒരാളാണ് ജിൻഡോ. അത് നമുക്ക് പല സമയങ്ങളിലും തോന്നാറുണ്ട്. അതിനുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത്. അദ്ദേഹം ആ പറയുന്ന ഒരു രീതി, ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇദ്ദേഹം നല്ല അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നും. ചില സമയത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോയി വെറുതെ പ്രശ്നമാക്കാൻ നമുക്ക് തോന്നും ആ പറഞ്ഞതൊക്കെ നമ്മൾ ചിന്തിച്ചതൊക്കെ വെറുതെ ആയിപ്പോയോ എന്ന്. ഇതാണ് ജിൻഡോൻ്റെ ഒരു ഗെയിം. പക്ഷെ നമുക്ക് ചിരിക്കാനും കണ്ടിരിക്കാനും നല്ലൊരു സുഖമാണെന്ന് എനിക്ക് തോന്നുന്നു.